ഹലോ ഫ്രണ്ട്സ്, നിങ്ങൾക്കെല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അമ്മീസ് അടുക്കളയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യുന്നത് കല്യാണത്തെക്കുറിച്ചാണ് കേട്ടോ. ഓരോ രാജ്യത്തും ഡിഫറെൻ്റ് രീതിയിൽ കല്യാണങ്ങൾ നടക്കുന്നു അല്ലേ? നമ്മുടെ നാട്ടിൽ അതുപോലെ നടക്കുന്നു. കല്യാണങ്ങൾ നടക്കുന്നു, നിക്കാഹ് നടക്കുന്നു, മിന്നുകെട്ട് നടക്കുന്നു, ഒളിച്ചോട്ടം നടക്കുന്നു, പിടിച്ചു കൊണ്ടുപോകൽ നടക്കുന്നു, വിവിധ തരം കല്യാണങ്ങൾ നടക്കുന്നു. അതുപോലെ തന്നെ സ്വയംവരം ഉണ്ടായിരുന്ന ഒരു രാജ്യമായിരുന്നു ഇന്ത്യ അല്ലേ? അപ്പോൾ ഇങ്ങനെയെല്ലാം നടന്ന കല്യാണങ്ങൾ ധാരാളം നമ്മുടെ രാജ്യത്തുണ്ട് പല വിധത്തിൽ. അതുപോലെ തന്നെ സ്നേഹിച്ച് കല്യാണം കഴിക്കുന്നവരും അറേഞ്ച്ഡ് മാരേജ് ആയിട്ടുള്ളതും എല്ലാം നടക്കുന്നു അല്ലേ? ഇങ്ങനെയുള്ളൊരു കാലഘട്ടം ഉണ്ടായിരുന്നു നമുക്ക്. ഇന്ന് ജനങ്ങളുടെ ഇടയിൽ ഏറ്റവും കൂടുതൽ നടക്കുന്നത് ലവ് മാരേജുകളാണ് അല്ലേ? ലവ് മാരേജുകൾ ഫെയിലിയർ ആകാറുണ്ട്, അതുപോലെ തന്നെ അറേഞ്ച്ഡ് മാരേജുകളും ഫെയിലിയർ ആവാറുണ്ട്, ഒളിച്ചോട്ടങ്ങളും ഫെയിലിയർ ആവാറുണ്ട്. കാര്യം രണ്ട് വ്യക്തികളല്ലേ ഒരുമിച്ച് ചേർന്ന് ജീവിക്കേണ്ടത്. വ്യത്യസ്തരായ രണ്ട് വ്യക്തികളാണ് ഒരു ദിവസം ഒരുമിച്ച് ജീവിക്കേണ്ടി വരിക. അപ്പോൾ പൊരുത്തക്കേടുകൾ തീർച്ചയായിട്ടും ജീവിതത്തിൽ എല്ലാവർക്കും ഉണ്ടാവും. അത് പൊരുതി വേണം നമ്മൾ ജീവിക്കാൻ, അല്ലയോ? അപ്പോൾ ഞാൻ ഇന്ന് ഈ ഒരു ടോപ്പിക്ക് പറയാൻ കാരണം, റീസെൻ്റ്ലി 2-3 മരണങ്ങൾ നടന്നു. നമ്മുടെ ഭാഗത്തുള്ള സ്ഥലത്താണ് ഈ മരണങ്ങളൊക്കെ ഉണ്ടായപ്പെട്ടത്. അതിൻ്റെ റീസൺ എന്ന് വെച്ചാൽ 2 കുട്ടികൾ ഇഷ്ടപ്പെട്ടവർ കല്യാണം കഴിച്ച് ഒളിച്ചോടി. കുട്ടികൾ ഒളിച്ചോടുന്നതിൻ്റെ റീസൺ എന്തുകൊണ്ടാണ്? അവർക്ക് ഭയമുള്ളത് കൊണ്ടാണ് അവർ ഒളിച്ചോടുന്നതല്ലേ? മാതാപിതാക്കളോട് പറയാനുള്ള ഭയം, ബന്ധുക്കളോട് പറയാനുള്ള ഭയം, ഇത് അവതരിപ്പിക്കാനുള്ള ഭയം മുതലായവ കൊണ്ടാണ് കുട്ടികൾ ഒളിച്ചോടേണ്ടി വരുന്നത്. അല്ലെങ്കിൽ കല്യാണം ഫിക്സ് ചെയ്ത പെൺകുട്ടികൾ കല്യാണത്തിൻ്റെ തലേ ദിവസം ഒളിച്ചോടുന്നു. കുട്ടികളുടെ ഭയം കൊണ്ടാണ് അവർ കുറച്ചിത് പുറത്ത് പറയാത്തത്. ആ ഭയം ക്രിയേറ്റ് ചെയ്യുന്നതും നമ്മൾ തന്നെയാണ്. നമ്മുടെ കുട്ടികളെ പലതും പറഞ്ഞ് പേടിപ്പെടുത്തി വെച്ചേക്കും. അത് അവരുടെ മനസ്സിൽ കാണും, അല്ലയോ? ചില ബന്ധങ്ങളിൽ ചെന്ന് ഏർപ്പെട്ട് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുണ്ടാവും, സ്വാഭാവികമാവും ഉണ്ടാവും. കാര്യം 2 തരത്തിലുള്ള ജീവിതമായിരിക്കും 2 ഭാഗത്തും ഉണ്ടാവുക. അപ്പോൾ അച്ഛനും അമ്മയും മാതാപിതാക്കളും ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അവർ കുട്ടികളോടൊപ്പം, അവർ പ്രായപൂർത്തിയായാൽ അവരോടൊപ്പം എല്ലാ കാര്യങ്ങളും തുറന്ന് സംസാരിക്കുക. ഒരു ലവ് അഫെയർ ഉണ്ടെങ്കിൽ അത് അച്ഛനും അമ്മയും അറിയണം. കുട്ടികളോടൊപ്പം അവരുടെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും ചോദിച്ചറിയണം. ഇത് കുട്ടികളും അച്ഛനോടും അമ്മയോടും പറയാൻ തയ്യാറാവണം. അവർ പക്വത എത്തിയാൽ മാത്രമേ അവരെ കല്യാണം കഴിച്ചു വിടുകയുള്ളെന്നും അതിനുള്ള സമയമായിട്ടുണ്ടോ ഇല്ലേ എന്ന് മുതലായവ ഉള്ള ഒരു സംഭാഷണം രക്ഷകർത്താക്കളുടെ ഇടയിലും കുട്ടികളുടെ ഇടയിലും ഇത് ഉണ്ടാകേണ്ടതാണ്. ആത്മഹത്യ ഒരിക്കലും പരിഹാരമല്ല, ഒന്നിനും പരിഹാരമാകുന്നില്ല. കാര്യം ഒളിച്ചോടിയ കുട്ടികൾ എത്ര വർഷക്കാലം ആ ദുഃഖത്തിൽ ജീവിക്കേണ്ടി വരും? അമ്മയോ അച്ഛനോ ആത്മഹത്യ ചെയ്തതുകൊണ്ട്, അല്ലെങ്കിൽ നേരെ തിരിച്ചാകാം. കുട്ടികളെ വിവാഹം കഴിക്കാൻ അനുവദിക്കാത്തത് കൊണ്ട് 2 പേരും പോയി ആത്മഹത്യ ചെയ്യും. നമ്മൾ കുട്ടികളെ വളരെ സ്നേഹത്തോടു കൂടിയും ലാളിച്ചും വളർത്തിക്കൊണ്ടുവരുന്ന കുട്ടികളായിരിക്കും. ഇന്നത്തെ കാലത്ത് 1-2 കുട്ടികൾ മാത്രമാണ് പേരൻസിനുണ്ടായിരിക്കുക. അപ്പോൾ അവർ നഷ്ടപ്പെട്ടാൽ ആ അച്ഛനും അമ്മയ്ക്കും ഉണ്ടാകുന്ന വേദന എന്തുമാത്രമായിരിക്കും? നമ്മളിപ്പോൾ ജീവിക്കുന്ന കാലഘട്ടം എന്ന് പറയുന്നത് 2024 അല്ലയോ? സ്വാതന്ത്ര്യം കിട്ടിയിട്ട് തന്നെ ഒരുപാട് വർഷങ്ങളായ മനുഷ്യന് 18 വയസ്സായാൽ ആണും പെണ്ണും പ്രായപൂർത്തിയായി അവർക്ക് ഇഷ്ടമുള്ള ആളിനെ തിരഞ്ഞെടുത്ത് കല്യാണം കഴിച്ച് ജീവിക്കാനുള്ള അനുവാദമുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ. ഒരുപാട് നൂറ്റാണ്ടുകൾക്കും വർഷങ്ങൾക്കും മുമ്പെന്ന് വെച്ചാൽ സ്ത്രീയുടെ ഇഷ്ടത്തോടുള്ള അല്ലായിരുന്നു കല്യാണങ്ങൾ നടന്നിരുന്നത്. ആർക്കെങ്കിലും പിടിച്ചു കൊടുക്കുകയായിരുന്നു പതിവ്. പക്ഷെ ആ കാലഘട്ടത്തിലല്ല ഇന്ന് നമ്മൾ ജീവിച്ചിരിക്കുന്നത്. കാര്യം ഇന്ന് കുട്ടികൾക്ക് വിദ്യാഭ്യാസമുണ്ട്, അവർക്ക് തൊഴിലുണ്ട്, സ്വന്തമായിട്ട് വരുമാനമുണ്ട് പെണ്ണിനും ആണിനും. അപ്പോൾ അവർക്ക് അവരുടെ സ്വന്തം കാലിൽ നിൽക്കാനുള്ള കഴിവുണ്ടാകുന്നു. പണ്ടത്തെ കാലത്തെന്ന് വെച്ചാൽ സ്ത്രീകൾക്ക് സ്ത്രീധനം കൊടുത്തിരുന്നത്, സ്ത്രീകൾക്ക് ജോലിയൊന്നുമില്ല. അപ്പോൾ അവരുടെ ഒരു ജീവിതം തുടങ്ങുന്നതിനൊരു സപ്പോർട്ടായിട്ടാണ് സ്ത്രീധനം കൊടുത്തിരുന്നത്. ഇപ്പോൾ നമ്മൾ 2024 ജീവിക്കുന്നത് അല്ലേ? അപ്പോൾ ഈ കാലഘട്ടം എന്ന് വെച്ചാൽ വളരെ പുരോഗമിച്ചു. പെണ്ണ് കാണൽ ചടങ്ങെന്നും പറഞ്ഞ ഒരു ചടങ്ങുണ്ട്. എന്തിനാണ് ഈ പെണ്ണ് കാണൽ ചടങ്ങ്? അതുപോലെ ആണ് കാണൽ ചടങ്ങുണ്ടോ?
ഈ പെൺകുട്ടി എന്ന് പറയുന്ന ആണിൻ്റെ വീട്ടിലാണ് പോയി താമസിക്കേണ്ടത്. അപ്പം ശരിക്കും പറഞ്ഞാൽ ആണ് കാണൽ ചടങ്ങല്ലയോ നടക്കേണ്ടത്? ആ പെൺകുട്ടി എവിടെ താമസിക്കേണ്ടവളാണ്? ആരോടൊപ്പമാണ് താമസിക്കേണ്ടത്? ആ വീട്ടിൽ ആരെല്ലാം ഉണ്ട്? എങ്ങനെയുള്ള ആൾക്കാരാണ് അവിടെ? ഇതൊക്കെ മനസ്സിലാക്കേണ്ടത് പെൺകുട്ടികളുടെ വീട്ടുകാരല്ലയോ? ആൺകുട്ടിയുടെ വീട്ടിലാണോ അത് മനസ്സിലാക്കേണ്ടത്? ആൺകുട്ടികളുടെ വീട്ടിൽ നിന്ന് വലിയ അമ്മാവന്മാരും അമ്മാവിമാരും 90 95 വയസ്സായ ആൾക്കാരായിരിക്കും പെണ്ണിൻ്റെ വീട്ടിൽ പെണ്ണ് കാണലെന്നും പറഞ്ഞു വരുന്നത്. ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട് കേട്ടോ, ഞങ്ങളുടെ ബന്ധുക്കളുടെ ഇടയിലൊക്കെ. ചെവിയും കേട്ടൂടാ, അവർക്ക് കണ്ണും കണ്ടൂടാ. ചോദിക്കുന്നതൊന്നായിരിക്കും, പറയുന്നതൊന്നായിരിക്കും. ഇങ്ങനെയുള്ള ആളുകളെയാണ് കൊണ്ടുവരുന്നത്. അതാ ബഹുമാനത്തിൻ്റെ പേരിൽ, റെസ്പെക്റ്റിൻ്റെ പേരിൽ, ബ്ലെസ്സിങ്ങിൻ്റെ പേരിലൊക്കെ നടക്കുന്ന ചടങ്ങുകളാണിതെന്ന് പറയുന്നത്. അവർക്കൊന്നും തന്നെ പറയാനുണ്ടായിരിക്കുകയില്ല. അവരോടത്ത് ചോദിച്ചാൽ അവർക്കൊന്നും മനസ്സിലും ആവത്തില്ല. ഇങ്ങനെയുള്ളൊരു ആൾക്കാരെ നമ്മൾ കൊണ്ടുപോയിട്ട് എന്താണ് ആവശ്യം സാധിക്കുക? അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കാൻ കഴിവുള്ള ആൾക്കാർ തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പോകണം അല്ലേ? എന്തുകൊണ്ട് പെണ്ണിനെ ചെറുക്കൻ്റെ വീട്ടിൽ കല്യാണത്തിന് മുമ്പ് കൊണ്ടുപോകൂടാ? പെണ്ണിനും കൂടെ എല്ലാം ഇഷ്ടമാകണ്ടേ? ആണിനെന്താണ്? ആണിൻ്റെ വീട്ടിലല്ലേ പെണ്ണിനെ കല്യാണം കഴിച്ചുകൊണ്ട് പോകുന്നത്. അപ്പോൾ അതും ആകാമല്ലേ ഇനിയുള്ള കാലത്ത്? പരസ്പരം കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കി സംസാരിച്ച് വേണം കല്യാണ തീരുമാനത്തിലെത്താൻ. അതും ഒരാഴ്ച കൊണ്ടോ 2 ആഴ്ച കൊണ്ടോ ഒന്നും ഒരു കല്യാണം സെറ്റിൽ ചെയ്യരുത് കേട്ടോ, ആരും തന്നെ. ഇന്നത്തെ തലമുറയെ എല്ലാവരും വിദ്യാഭ്യാസമുള്ള കുട്ടികളാണ്. അവർക്ക് പറഞ്ഞാൽ മനസ്സിലാകും, കേട്ടാൽ മനസ്സിലാകും ഇതെല്ലാം തന്നെ. അവർക്കൊരു ചാൻസ് കൊടുക്കുക. നമ്മളൊരു ഷോപ്പിൽ പോയി ഒരു സാരി വാങ്ങിക്കാൻ പോയാൽ നമ്മൾ തീർച്ചയായിട്ടും 1 മണിക്കൂർ അല്ലെങ്കിൽ 1.5 മണിക്കൂർ ആ കടയിൽ നമ്മൾ ചിലവാക്കും. പക്ഷേ ഒരു പെണ്ണ് കാണൽ ചടങ്ങെന്നും പറഞ്ഞ് പെണ്ണിനെയും ചെറുക്കനെയും കാണാനായിട്ട് പെണ്ണിൻ്റെ വീട്ടിൽ വരുമ്പോൾ ആ പെണ്ണും ചെറുക്കനും സംസാരിക്കുന്നത് 5 അല്ലെങ്കിൽ 10 മിനിറ്റായിരിക്കും. കൂടെ വരുന്നവർ തന്നെ അവരെ വിളിച്ചു കൊണ്ടുപോവുകയും ചെയ്യും. അവർക്കൊരു സാഹചര്യം കൊടുക്കുന്നില്ല. കല്യാണം ഉറപ്പിച്ചാൽ മാത്രമാണ് അവർക്കൊന്ന് ഫോൺ നമ്പർ വരെ കിട്ടുക, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ. കല്യാണം ഉറപ്പിക്കുന്നതിന് മുമ്പാണ് പെണ്ണും ചെറുക്കനും അവരുടെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും തുറന്നു പറയേണ്ടത്. കല്യാണം കഴിച്ചതിന് ശേഷമല്ല. പരസ്പരം സംസാരിക്കുന്നത് കൊണ്ടോ പരസ്പരം മനസ്സിലാക്കുന്നത് കൊണ്ടോ അതിൽ ഒരു തെറ്റും തന്നെ ഇല്ല. കാര്യം നമ്മൾ ഫേസ് ചെയ്യേണ്ടത് നമ്മൾ കുറച്ചൊക്കെ അറിഞ്ഞു ചെല്ലുമ്പോൾ അത് ഈസിയാവും. നമുക്ക് കുറച്ച് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് സ്റ്റെപ്പ് ചെയ്യുന്നതിന് മുമ്പ് അറിവോടുകൂടി കയറി ചെല്ലാം ഒരു വീട്ടിലേക്ക്. ഒരു കാലത്തും നമ്മൾ കണ്ടിട്ടില്ലാത്തയും പരസ്പരം അറിഞ്ഞൂടാത്ത ഒരു ഫാമിലിയിലായിരിക്കും ഒരു പെൺകുട്ടി കയറി ചെല്ലുക. ഇന്ത്യയിൽ നിന്ന് ആഫ്രിക്കയിലോട്ട് നമ്മളെ പറിച്ചു നട്ടാലുള്ള വ്യത്യാസം പോലെ ഇരിക്കും ഒരു പെണ്ണിൻ്റെ ജീവിതം. അതൊക്കെ നമുക്കൊന്ന് മനസ്സിലാക്കാമല്ലോ. ഈ നൂറ്റാണ്ടിൽ ഇതൊക്കെ മനസ്സിലാക്കിയിരിക്കണം. അതുപോലെ തന്നെ നമ്മളിപ്പോൾ അറേഞ്ച് മാരേജ് ആണെങ്കിൽ കുട്ടികളുടെ അഭിപ്രായവും അവരെയും മാനിക്കണം. അല്ലാതെ അച്ഛൻ്റെയോ അമ്മയുടെയോ ഗ്രാൻഡ് പേരൻസിൻ്റെയോ ബന്ധുക്കളുടെയോ മാത്രം ഇഷ്ടത്തിനൊരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചയക്കരുത്. കാര്യം ജീവിതം മൊത്തം ചെലവഴിക്കുന്നത് ആ ഹസ്ബൻഡും വൈഫും ആയിരിക്കും, ആ കുട്ടികളായിരിക്കും. നമ്മുടെ പേരൻസോ നമ്മളെ ഗ്രാൻഡ് പേരൻസോ മറ്റു ബന്ധുക്കളോ അല്ല. അതുകൂടി നമ്മളുടെ ഓർമ്മയിൽ ഉണ്ടായിരിക്കണം. പൂർണ്ണ സമ്മതത്തോടെ അല്ലാത്തൊരു കല്യാണം ഒരു കുട്ടിക്ക് നടത്തി കൊടുക്കരുത്. കാര്യം അതുകൊണ്ടാണ് അവർ പോകേണ്ടി വരുന്നത്. ഒളിച്ചോടുമ്പോൾ എപ്പോഴും കുറ്റപ്പെടുത്തുന്നത് പെൺകുട്ടിയെ മാത്രമായിരിക്കും. പക്ഷേ അവരെ ഒളിച്ചോട്ടത്തിന് പ്രേരിപ്പിക്കുന്നത് സ്വന്തം മാതാപിതാക്കളും ബന്ധുക്കളും തന്നെയാണ്. ഒരു ദിവസം അവരങ്ങ് ഇറങ്ങിപ്പോകുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന വേദന എന്തുമാത്രമാണെന്നൊന്ന് ചിന്തിച്ച് നോക്കുക. കുട്ടികളുടെ അവസ്ഥയും അത് തന്നെയായിരിക്കും. പിന്നെ മാതാപിതാക്കളെയോ ബന്ധുക്കളെയോ ഫേസ് ചെയ്യാൻ അവർക്കും ഇഷ്ടമല്ലാതിരിക്കാം. ജാതിയുടെ പ്രശ്നത്തിലും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു കുടുംബങ്ങളിൽ തങ്ങളിൽ. ഒരു പെൺകുട്ടിക്ക് 18 19 വയസ്സാകുമ്പോൾ അമ്മമ്മ പറയും, നിന്നെ കല്യാണം കഴിച്ച് കാണാൻ എനിക്ക് ഒരുപാട് ആഗ്രഹമുണ്ട്. അപ്പൂപ്പന് സെയിം വാചകം പറയും. അതുപോലെ തന്നെ മറ്റുള്ള ബന്ധുക്കളും അതുപോലെ പറയും. മറ്റുള്ള ബന്ധുക്കൾക്കും അപ്പൂപ്പനും അമ്മുമ്മയ്ക്കുമാണോ കുട്ടികളെ കല്യാണം കഴിപ്പിക്കുന്ന അത്യാവശ്യം? കുട്ടികൾക്കല്ലേ അത് തോന്നേണ്ടത്? അവരുടെ ആഗ്രഹത്തിന് അവരുടെ കാലം കഴിഞ്ഞു അല്ലയോ?
അവർ കല്യാണം കഴിച്ചു, അവർ ഗ്രാൻഡ് പേരൻസായി. ഇനി ആഗ്രഹങ്ങളും കഴിക്കേണ്ടവരും ആ കുട്ടികളാണ്. അപ്പോൾ ആ കുട്ടികളുടെ ആഗ്രഹത്തിന് വിട്ടുകൊടുക്കുക, അവരുടെ ഇഷ്ടത്തിന് വിട്ടുകൊടുക്കുക. അല്ലാതെ റിലേറ്റീവ്സിൻ്റെ ഫോഴ്സിങ്ങോ അല്ലെങ്കിൽ മറ്റാരുടെയും സ്വാർത്ഥ താല്പര്യങ്ങൾക്കോ നിങ്ങളുടെ മക്കളെ കല്യാണം കഴിച്ച് കൊടുക്കാതിരിക്കുക. സ്ത്രീധനം ചോദിച്ചും മോഹിച്ചും വരുന്ന ആൾക്കാർക്ക് ഒരു കാരണവശം മക്കളെ കൊടുക്കാതിരിക്കുക. അതുകൊണ്ടൊരു കല്യാണം കഴിക്കുമ്പോൾ ശ്രദ്ധാപൂർവം തിരഞ്ഞെടുക്കുക നിങ്ങളെ പങ്കാളിയെ. അതുപോലെ എല്ലാം തിരക്കിയതിന് ശേഷം, പരസ്പരം മനസ്സിലാക്കിയതിന് ശേഷം, രണ്ട് വീട്ടുകാരും കൂടെ തീരുമാനം എടുത്ത് നല്ല സന്തോഷപൂർവ്വം ഒരു കല്യാണത്തിൽ പങ്കെടുക്കുക. എല്ലാവരുടെ അനുഗ്രഹവും ബ്ലെസ്സിങ്ങും വാങ്ങിച്ച് നല്ലൊരു ഫംഗ്ഷൻ ഉണ്ടാക്കിയെടുത്ത് ഒരു കല്യാണം രാജകീയമായി കഴിക്കുക. നിങ്ങൾ എല്ലാ അനുഗ്രഹത്തോടു കൂടി ജീവിക്കുക. നമ്മുടെ ന്യൂ ജനറേഷൻ സന്തോഷമായിട്ടിരിക്കട്ടെ. നമുക്കത് സന്തോഷമായിട്ട് കാണാൻ ഇടവരട്ടെ. താങ്ക് യു ഫോർ വാച്ചിങ് and see you soon with another vlog. Till then, bye for now.